ഹൃദയഭേദകമായ കാഴ്ചകളാണ് ദുരന്തഭൂമിയിൽ നിന്ന് ആശുപത്രിയിൽ നിന്നൊക്കെ കാണാൻ കഴിയുന്നത്. അവിടെ നിന്ന് പുറത്തുവരുന്ന പ്രതികരണങ്ങളുമൊക്കെ സൂചിപ്പിക്കുന്നത് അതാണ്. ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന കണക്കുകൾ പ്രകാരം മരണസംഖ്യ 126 എന്ന നിലയിലാണ് നിൽക്കുന്നത്. മുണ്ടക്കയിൽ നിന്ന് വലിയ രീതിയിലുള്ള സമാനതകളില്ലാത്തൊരു രക്ഷാദൗത്യത്തിൻ്റെ ദൃശ്യങ്ങൾ കഴിഞ്ഞ മണിക്കൂറുകളിൽ നമ്മൾ കണ്ടു. അവിടെ നിന്ന് ഏതാണ്ട് 800-നും 1000-നും ഇടയിൽ ആളുകളെ ഇന്ന് സുരക്ഷിതമായി കണ്ടെത്തിയ ആളുകളെ സുരക്ഷിതമായി മറുകരയിലേക്ക് എത്തിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിരുന്നു. ആ ദൃശ്യങ്ങളിൽ നിന്ന് എത്രത്തോളം സാഹസികമായ രക്ഷാദൗത്യമായിരുന്നു എന്നുള്ള കാര്യം പ്രേക്ഷകർക്ക് അറിയാം. അവിടെ ചില മൃതദേഹങ്ങളും കണ്ടെത്തിയിരുന്നു. 22ഓളം മൃതദേഹങ്ങൾ അവിടെ കണ്ടെത്തിയിരുന്നു. അതും ഈ താൽക്കാലിക പാലം, റോപ്പ് അതൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മറുകരയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇന്ന് സാധ്യമായ എല്ലാ സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള രക്ഷാദൗത്യമാണ് നടന്നത്. ഇനി നാളത്തെ തെരച്ചിൽ എങ്ങനെ എന്നുള്ള കാര്യമാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. മന്ത്രിമാരുടെ സംഘം അവിടെയുണ്ട്. അല്പസമയം മുമ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ആശുപത്രിയിലെത്തിയതിനു ശേഷം, വിംസ് ആശുപത്രിയിലെത്തിയതിനു ശേഷം പ്രതികരിച്ചിരുന്നു. രാത്രി ഒരു കൂടിയാലോചനകൾ കൂടി നടത്തി നാളത്തെ കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് വേണ്ട നടപടികൾ ഉണ്ടാകും എന്ന് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. എന്തായാലും നാളെ അതിരാവിലെ തന്നെ തെരച്ചിൽ തുടങ്ങാനാണ് ഈ ഘട്ടത്തിൽ ദൗത്യസംഘം തീരുമാനിച്ചിരിക്കുന്നത്. നാളെ മണ്ണിനടിയിലുള്ള തെരച്ചിലായിരിക്കും ഉണ്ടാവുക. ഇന്ന് സുരക്ഷിതമായി കണ്ടെത്തിയവരെ മാറ്റുക, ഒപ്പം തന്നെ ലഭിച്ച മൃതദേഹങ്ങൾ മറുകരയിലേക്ക് എത്തിക്കുക എന്നുള്ളതൊക്കെയായിരുന്നു ദൗത്യസംഘം പ്രധാനമായും ലക്ഷ്യമിട്ടത്. അത് ഒരു തരത്തിൽ പൂർണ്ണമായി ലക്ഷ്യം കണ്ടു എന്ന് തന്നെ നമുക്ക് പറയുകയും ചെയ്യാം. ഇനി നാളെ ഈ മണ്ണിനടിയിലുള്ള തെരച്ചിലുണ്ടാകും. അതിന് വെല്ലുവിളികൾ ഏറെയുണ്ട്. ഇന്ന് പ്രധാനമായി ചൂണ്ടിക്കാട്ടേണ്ട ഒരു കാര്യം, കാലാവസ്ഥ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം അനുകൂലമായി നിന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഇത്രയും പേരെ സുരക്ഷിതമായി നമുക്ക് മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട്. നാളത്തെ കാലാവസ്ഥ എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് കണ്ടറിയണം. നാളെ തെരച്ചിലിൻ്റെ സ്വഭാവം മറ്റൊരു തരത്തിലായിരിക്കും. അത് മണ്ണിനടിയിലായിരിക്കും തെരച്ചിൽ നടക്കുക. കൂടുതൽ ദൗത്യസംഘാംഗങ്ങൾ ആ തെരച്ചിലിൻ്റെ ഭാഗമാകും. പ്രത്യേക ഡോഗ് സ്ക്വാഡിൻ്റെ അടക്കം സഹായം ഇതിനുണ്ടാകും എന്നാണ് കരുതുന്നത്. വെല്ലുവിളിയായി നിൽക്കാൻ സാധ്യതയുള്ളത് വലിയ ഒരാൾ പൊക്കത്തിലൊക്കെ ചെളി അവിടെ അടിഞ്ഞുകൂടിയിട്ടുള്ള സാഹചര്യമുണ്ട്. വലിയ പാറക്കല്ലുകൾ വന്നടിഞ്ഞിട്ടുള്ള സാഹചര്യമുണ്ട്. അതിനിടയിലൊക്കെ ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നുള്ള കാര്യം അറിയണം. വലിയ കെട്ടിടങ്ങളൊക്കെ നിലംപൊത്തിയിട്ടുണ്ട്. അതിനിടയിലൊക്കെ ആരെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം അറിയണം. അതിന് കൂടുതൽ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള തെരച്ചിൽ നാളെ ഉണ്ടാകും. സമീർ ബിൻ കരീം വിംസ് ആശുപത്രിയിൽ നിന്ന് വിവരങ്ങളുമായി, ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സമീർ, ആശുപത്രിയിൽ നിന്നുള്ള വിവരങ്ങൾ, അവിടെ നിന്നുള്ള പ്രതികരണങ്ങളൊക്കെ നേരത്തെ സമീർ പങ്കുവയ്ക്കുന്നുണ്ടായിരുന്നു. ഹൃദയഭേദകമാണ് ആ പ്രതികരണങ്ങൾ. എല്ലാം നഷ്ടപ്പെട്ട് ജീവൻ മാത്രം മുറുകെ പിടിച്ച് അവിടേക്ക് എത്തിയിരിക്കുന്ന ആളുകളാണ്. എന്താണ് അവർ പറയുന്നത്? ഇപ്പോഴും ഈ കാണാതായവരുടെ കാര്യത്തിൽ ഒരു അവ്യക്തത ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പോഴും ഈ ആശുപത്രികളിൽ ആളുകൾ തിരഞ്ഞെത്തുന്ന സാഹചര്യമുണ്ടോ സമീർ? റിജിത്, തീർച്ചയായും ആശുപത്രികൾ അവരുടെ ബന്ധുക്കളെ തേടിയെത്തുന്ന ഒരു സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അതായത് ചൂരന്മല ഭാഗത്ത് താമസിച്ചിരുന്ന പലരും പൂർണ്ണമായും, പല കുടുംബങ്ങളും പൂർണ്ണമായും ഈ കാണാതായ ഒരവസ്ഥയുണ്ട്. പക്ഷേ അവരുടെ ബന്ധുക്കളെല്ലാം തന്നെ മറ്റു ജില്ലകളിൽപ്പെട്ട ആളുകളുണ്ട്. അവർ ഇതര ജില്ലയിൽ നിന്നും ഈ നിലവിൽ വയനാട്ടിലേക്ക് എത്തി ഇവിടുത്തെ വിവിധ ആശുപത്രികൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, ഈ വിംസ് ആശുപത്രിയുടെ മുൻവശത്ത് ഈ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവരുടെയും ഒപ്പം തന്നെ തിരിച്ചറിഞ്ഞ മൃതദേഹങ്ങളുടെയും പേരുവിവരങ്ങളെല്ലാം തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഈ പേരുവിവരങ്ങളെല്ലാം തന്നെ പരിശോധിച്ച് തങ്ങളുടെ ബന്ധപ്പെട്ടവർ, തങ്ങളുടെ ഉറ്റവർ ഈ ലിസ്റ്റിൽ ഉണ്ടോ എന്നുള്ളതാണ് പ്രധാനമായും പല ആളുകളും പരിശോധിക്കുന്നത്. പിന്നീട് ഇവിടെ നിന്നും കാണാതാകുമ്പോൾ നിരാശരായി ഇവർ മറ്റൊരു ഭാഗത്തേക്ക് പോകുന്നു. അങ്ങനെ ഈ ദുരിതാശ്വാസ ക്യാമ്പുകൾ, ആശുപത്രികളെല്ലാം തന്നെ കയറിയിറങ്ങി തങ്ങളുടെ ബന്ധുക്കളെ ഇപ്പോഴും ആളുകൾ തിരഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറെ സങ്കടകരമായിട്ടുള്ള ഒരു വസ്തുത. അതോടൊപ്പം തന്നെ നിലവിൽ ഈ വയനാട്ടിൽ നിന്നും കാണാൻ കഴിയാതെ പോകുന്ന ആളുകൾ നിലവിൽ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ചില മൃതദേഹങ്ങളുണ്ട്. അങ്ങോട്ട് കൂടി പോയി അവിടെയും ഉണ്ടോ എന്ന് പരിശോധിക്കുന്ന ഒരു ദയനീയമായ അവസ്ഥയാണ് നമുക്ക് ഈ വിംസ് ആശുപത്രിയിലും സമീപത്തെ ആശുപത്രികളിലെല്ലാം തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ നിലവിൽ ഈ ആശുപത്രിയിൽ ചികിത്സയിലുള്ളത് 133ഓളം ആളുകളാണ്. ഈ 133ഓളം ആളുകളിൽ പകുതിയിലധികം ആളുകളുടെയും മറ്റുള്ള ബന്ധുക്കളെല്ലാം തന്നെ നിലവിൽ മിസ്സിംഗ് ആണ് എന്നുള്ളതാണ്. പലരുടെയും മക്കൾ, ഒപ്പം തന്നെ മാതാപിതാക്കൾ, മറ്റുള്ള ബന്ധുക്കളെല്ലാം തന്നെ നിലവിൽ അവർ എവിടെയാണെന്നുള്ള കാര്യത്തിൽ ഇവർക്കൊരു വ്യക്തതയില്ല. ഏതെങ്കിലും ആശുപത്രിയിൽ ഉണ്ടോ എന്ന് പ്രധാനമായും പരിശോധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ക്യാമ്പിലുണ്ടോ എന്ന് പരിശോധിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ഒന്നും കാണാത്ത ഘട്ടത്തിൽ ഇവർ ഇപ്പോഴും ഈ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുകയാണ് എന്നുള്ളതാണ് പ്രധാനമായും ഈ രക്ഷപ്പെട്ടു വന്ന മരണമുഖാമുഖം കണ്ട് പിന്നീട് ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയ ആളുകൾ നമ്മോട് ചോദിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇവർ പങ്കുവെക്കുന്ന മറ്റൊരാശങ്ക, തങ്ങൾ ഇനി എവിടെ പോകുമെന്നുള്ള വളരെ സങ്കടകരമായ നിസ്സഹായരായി നിന്നുകൊണ്ടുള്ള ചോദ്യവും നമുക്ക് മുന്നിലോട്ട് ഉയർത്തുന്നു. അതായത് ധരിച്ച വസ്ത്രമല്ലാതെ മറ്റൊന്നും തങ്ങളുടെ പക്കലില്ല, ഞങ്ങൾ ഇനി എങ്ങോട്ട് പോകുമെന്നുള്ളതാണ് ഇവർ പ്രധാനമായും ചോദിക്കുന്നത്. പ്രത്യേകിച്ച് മന്ത്രിമാരടങ്ങുന്ന സംഘമെല്ലാം തന്നെ ഇവിടെ എത്തി ഇവരെ ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടി എത്തിയിരുന്നു. അവരോടും ഈ കാര്യം തന്നെയാണ് രക്ഷപ്പെട്ടു വന്ന ആളുകൾ ചോദിക്കുന്നത്. പലരും ഈ രാത്രിയിൽ മരണം മുഖാമുഖം കണ്ട് പിന്നീട് ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന ആളുകൾ
ആളുകളാണ്. കാരണം ഇന്നലെ രാത്രിയിൽ ഇവരെല്ലാം തന്നെ സാധാരണ പോലെ ഉറങ്ങാൻ കിടന്നതാണ്. പക്ഷേ ഏതാണ്ട് 2 മണിയായപ്പോഴേക്കും തങ്ങളുടെ കട്ടിലിൽ കിടന്ന ആളുകൾ പിന്നീട് കാണാൻ കഴിയാത്തൊരവസ്ഥ, അപ്പുറത്തെ മുറിയിലുണ്ടായിരുന്നവരെ കാണാൻ കഴിയാത്തൊരവസ്ഥ, അപ്പുറത്തെ വീട്ടിലുണ്ടായിരുന്നവരെ കാണാൻ കഴിയാത്ത അവസ്ഥ. അങ്ങനെ പിന്നീട് കയ്യിൽ കിട്ടി എന്തൊക്കെയോ പിടിച്ച് രക്ഷപ്പെട്ടും പിന്നീട് മറ്റുള്ളവരെത്തി രക്ഷപ്പെടുത്തിയും ഒക്കെ ഇവിടെ എത്തിയ നിരവധി ആളുകളാണ് നമുക്ക് ആശുപത്രിയിൽ കാണാൻ കഴിയുന്നത്. എല്ലാം തന്നെ ഒരു ദയനീയമായ ഒരു കാഴ്ചയായി മാറുന്നു എന്നുള്ളതാണ്. ഏതായാലും ഇന്ന് രാവിലെ മുതൽ തന്നെ ഈ മിംസ് ആശുപത്രിയിലേക്ക് രക്ഷപ്പെട്ട ആളുകളുടെയും ഒപ്പം തന്നെ മൃതദേഹങ്ങളുടെയും ഒരു വരവായിരുന്നു തന്നെ നമുക്ക് പറയാൻ സാധിക്കും. കാരണം ആംബുലൻസുകൾ തുടർച്ചയായി മിംസ് ആശുപത്രിയിലേക്ക് എത്തിക്കൊണ്ടേയിരുന്നു. കാരണം രക്ഷപ്പെട്ട കൂടുതൽ ആളുകളെയും എത്തിച്ചേരുന്നത് മിംസ് ആശുപത്രിയിലേക്കായിരുന്നു. ഇവിടെ വലിയ തരത്തിലുള്ള സംവിധാനങ്ങളെല്ലാം തന്നെ സർക്കാർ സംവിധാനങ്ങളും ഒപ്പം തന്നെ വിവിധ വകുപ്പുകൾ ഏകോപിപ്പിച്ചുകൊണ്ട് ആശുപത്രികളുമായി സഹകരിച്ചുകൊണ്ട് വലിയൊരു സംവിധാനം ഈ ആശുപത്രിയിൽ തന്നെ ഒരുക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ ആംബുലൻസുകൾ കൂട്ടത്തോടെ വന്നപ്പോൾ പോലും എല്ലാ രോഗികളെയും വളരെ കൃത്യമായി 2 മിനിറ്റകം തന്നെ ഈ ആംബുലൻസിൽ നിന്നും ഇറക്കി ഈ കാഷ്വാലിറ്റിയിലേക്ക് മാറ്റി കൃത്യമായ ചികിത്സ നൽകാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറെ ആശ്വാസകരമായിട്ടുള്ള എടുത്തു പറയേണ്ടിയിരിക്കുന്ന ഒരു കാര്യം. ഇപ്പോൾ വരുന്നൊരു പുതിയ അപ്ഡേറ്റ് കൂടിയുണ്ട്. അത് ആരോഗ്യമന്ത്രി വീണ ജോർജിൻ്റെതാണ്. 116 മൃതദേഹങ്ങളുടെ പോസ്റ്റ്മോർട്ടം പൂർത്തീകരിച്ചു എന്ന് കൃത്യമായി മന്ത്രി പറയുന്നുണ്ട്. അത് ഇത് സംബന്ധിച്ച് വിവരം പങ്കുവയ്ക്കുന്നത് പ്രയാസകരമാണ് എന്ന് കൃത്യമായി എഴുതി ഒരു ഫേസ്ബുക്ക് കുറിപ്പായിട്ടാണ് ആരോഗ്യമന്ത്രി ഇപ്പോൾ അത് അറിയിച്ചിരിക്കുന്നത്. 116 മൃതദേഹങ്ങളുടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായിട്ടുണ്ട് എന്ന വാർത്ത ഇപ്പോൾ ആരോഗ്യമന്ത്രി അറിയിക്കുന്നു. അപ്പം മറ്റൊന്ന് ഒരു വെതർ അപ്ഡേറ്റ് ആണ്. 10:41 അപ്ഡേറ്റ് ചെയ്ത കാലാവസ്ഥ മുന്നറിയിപ്പ് പ്രകാരം അടുത്ത 3 മണിക്കൂറിൽ കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴയ്ക്കും ഒപ്പം 50 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട് എന്നൊരു അറിയിപ്പ് കൂടി ഈ ഘട്ടത്തിൽ വരുന്നുണ്ട്. സംഗതി തുടരാം. നിലവിൽ ഇന്ന് പകലും രാത്രിയിലുമായി 2 ഇടത്താണ് പ്രധാനമായും പോസ്റ്റ്മോർട്ടം നടന്നത്. ഒന്ന് മേപ്പാട് CHCയിലും മറ്റൊന്ന് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലുമാണ്. ഈ 2 ഇടത്തുമായി പൂർത്തിയായിരിക്കുന്ന പോസ്റ്റ്മോർട്ടം നടന്ന ബോഡികളുടെ വിവരങ്ങളായിരിക്കും ആരോഗ്യമന്ത്രി ഇപ്പോൾ നൽകിയത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ അടുത്ത ദിവസവും കൂടുതൽ പോസ്റ്റ്മോർട്ടം ഒരുപക്ഷെ ഉണ്ടായേക്കുമെന്നുള്ള വിവരവുമാണ് നമുക്കിപ്പോൾ പങ്കുവെക്കാനുള്ളത്. അതോടൊപ്പം തന്നെ ഇന്ന് രാത്രിയിൽ കൂടി മഴ ശക്തമാവുകയാണെങ്കിൽ രാവിലത്തെ രക്ഷാപ്രവർത്തനം ഏത് രീതിയിലായിരിക്കും നടക്കുക എന്നുള്ളത് ഒരു ആശങ്കയും ഇപ്പോൾ ഈ ആശുപത്രി അധികൃതരൊപ്പം തന്നെ രക്ഷാപ്രവർത്തകരെ മുന്നോട്ട് വെക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മന്ത്രി PM മുഹമ്മദ് റിയാസ് അടക്കമുള്ളവർ ഇന്ന് രാത്രിയിൽ വിശദമായ യോഗം ചേർന്ന് നാളെ ഏത് രീതിയിൽ രക്ഷാപ്രവർത്തനം വേണമെന്നുള്ള കാര്യത്തിൽ കൃത്യമായ ഒരു ധാരണ ഉണ്ടാക്കുമെന്നുള്ള കാര്യം 24 തന്നെ ഇക്കാര്യങ്ങളെല്ലാം തന്നെ മന്ത്രി PM മുഹമ്മദ് റിയാസ് അടക്കമുള്ളവർ വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് മഴ ശക്തമാവുകയാണെങ്കിൽ ഒരുപക്ഷെ രാവിലത്തെ രക്ഷാപ്രവർത്തനത്തെ കാര്യമായി ബാധിക്കുമെന്നുള്ളതാണ് നിലവിൽ എല്ലാവരും ആശങ്ക പ്രകടിപ്പിക്കുന്നത്. എങ്കിൽ പോലും അത്തരം ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കട്ടെ എന്നുള്ളതാണ് എല്ലാവരുടെയും പ്രാർത്ഥന. ഏതായാലും നാളെ പുലർച്ചയോട് കൂടി തന്നെ രക്ഷാപ്രവർത്തനം പുനരാരംഭിക്കുമെന്നുള്ളതാണ് നമുക്ക് രക്ഷാപ്രവർത്തകരുടെ വൃത്തത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഒരുപക്ഷെ രാവിലെയും എയർലിഫ്റ്റിംഗ് അടക്കമുള്ള രക്ഷാപ്രവർത്തനത്തിലേക്കായിരിക്കും പ്രധാനമായും പോവുക. അതോടൊപ്പം തന്നെ വിപുലമായ സംവിധാനങ്ങൾ ആശുപത്രികളിലും ഒപ്പം തന്നെ ആംബുലൻസ് അടക്കമുള്ള സംവിധാനങ്ങളെല്ലാം തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതോടൊപ്പം കൂടുതൽ രക്ഷാപ്രവർത്തകരും അല്ലെങ്കിൽ സന്നദ്ധ പ്രവർത്തകർ അടക്കമുള്ളവർ കൂടുതൽ വയനാട്ടിലേക്ക് ഇപ്പോഴും ഈ രാത്രിയിലും എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പലരും പറ്റാവുന്ന സഹായങ്ങൾ ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഭക്ഷണവും വെള്ളവും അത്തരത്തിലുള്ള ഭക്ഷണ സാമഗ്രികളും വസ്ത്രങ്ങളുമായി നിരവധി ആളുകൾ എത്തുന്നു. അങ്ങനെ ഇവിടെ സമീപത്തൊരു പള്ളി, ഈ മേപ്പാടി CHC ആശുപത്രി സമീപം ഒരു പള്ളി സ്ഥിതി ചെയ്യുന്നുണ്ട്. ഈ പള്ളിയിലടക്കം ഈ ഭക്ഷണങ്ങളെല്ലാം തന്നെ രക്ഷാപ്രവർത്തകർക്ക് നൽകി വളരെ ഒരു സൗകര്യപ്രദമായ ഒരു അവസ്ഥയാണ് നിലവിൽ ഇവിടെ ഉള്ളത്. അതോടൊപ്പം തന്നെ ഗതാഗതം നിയന്ത്രിക്കുന്നതിനടക്കം നിലവിൽ കൂടുതൽ സന്നദ്ധ പ്രവർത്തകർ അടക്കമുള്ളവർ വയനാട്ടിലേക്ക് ഇപ്പോഴും എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ രക്ഷാപ്രവർത്തനം നാളെ കൂടുതൽ കാര്യക്ഷമമാകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതിന് സ്വാഭാവികമായും മഴ മാറി നിൽക്കേണ്ടതുണ്ട്. അങ്ങനെ മഴ മാറി നിൽക്കുമെന്നുള്ളതാണ് നമ്മൾ ഇക്കാര്യത്തിൽ പ്രതീക്ഷിക്കുന്നത്. എങ്കിൽ പോലും നിലവിൽ ഈ ആശുപത്രി കഴിയുന്നവരുടെ ഒരു സ്ഥിതി കൂടി നമ്മൾ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. 133ഓളം പേരാണ് നിലവിൽ ഈ മേപ്പാടി വിംസ് ആശുപത്രി ചികിത്സയിൽ കഴിയുന്നത്. ഇതിൽ 9 പേർ തീവ്ര പരിചരണ വിഭാഗത്തിലാണ്. ഇതിൽ 3 പേരുടെ നില മാത്രമാണ് ഗുരുതരമായി തുടരുന്നത്. അതിൽ ഒരാൾ വെന്റിലേറ്ററിലും കഴിയുന്നു എന്നുള്ളതാണ് നമുക്ക് എടുത്തു പറയേണ്ടിയിരിക്കുന്ന ഒരു കാര്യം. അതോടൊപ്പം തന്നെ ഈ അടുത്ത നാളത്തേക്ക് വേണ്ടി കൂടുതൽ വെന്റിലേറ്റർ സൗകര്യങ്ങളടക്കം നിലവിൽ മേപ്പാടി വിംസ് ആശുപത്രിയിൽ ഒരുക്കിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് 16ഓളം വെന്റിലേറ്ററുകളാണ് പുതുതായി സർക്കാർ സംവിധാനത്തിന്റെ സഹായത്തോടു കൂടി വിംസ് ആശുപത്രി ഒരുക്കിയത് എന്നുള്ളതാണ് നമുക്ക് നൽകാൻ കഴിയുന്ന വിവരം. അതോടൊപ്പം 50ഓളം ICU വാർഡുകളും നിലവിൽ ഈ വിംസ് ആശുപത്രിയിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിപുലമായ സംവിധാനങ്ങൾ ഈ ആശുപത്രിയിൽ ഒരുക്കിയിരിക്കുകയാണ്. ഏതെങ്കിലും ഘട്ടത്തിൽ ഏതെങ്കിലും ഒരാളെ രക്ഷപ്പെടുത്തി മുന്നോട്ട് ഈ വിംസിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരു തരത്തിലും ചികിത്സ നിഷേധിക്കപ്പെടുകയോ അല്ലെങ്കിൽ ചികിത്സ ലഭ്യമാകാത്തൊരു ഘട്ടമോ ഉണ്ടാകില്ല എന്നുള്ളതാണ് നിലവിൽ ആശുപത്രി വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. സ്വാഭാവികമായും ഈ രക്ഷപ്പെട്ടു വരുന്ന കൂടുതൽ പേരെയും എത്തിക്കുന്നത് വിംസ് ആശുപത്രിയിലേക്കാണ്. മൃതദേഹങ്ങളാണെങ്കിൽ പ്രധാനമായും കൂടുതലും എത്തുന്നത് ഈ CHCയിലേക്കുമാണ്. അതുകൊണ്ട് തന്നെ
വിംസ് ആശുപത്രിയിൽ നേരത്തെ എത്തിയ അല്ലെങ്കിൽ കാര്യമായി പരിക്കില്ലാത്തവരെ സ്വാഭാവികമായും ഡിസ്ചാർജ് ചെയ്യുകയും കൂടുതൽ പേരെ ഈ വിംസ് ആശുപത്രി ഉൾക്കൊള്ളാൻ കഴിയുന്ന തരത്തിലേക്ക് സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ സർക്കാർ ആരോഗ്യവകുപ്പ് പ്രകാരം ആരോഗ്യവകുപ്പ് തയ്യാറാക്കിയ താൽക്കാലിക ആശുപത്രികളും സജ്ജമായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവിടങ്ങളിലും കൂടുതൽ ആളെ ഷിഫ്റ്റ് ചെയ്യാൻ കഴിയുമെന്നുള്ള ഒരു ശുഭപ്രതീക്ഷയെ നിലവിൽ ആരോഗ്യ പ്രവർത്തകർ പങ്കുവെക്കുന്നുണ്ട്. എങ്കിൽ പോലും നാളെ കൂടുതൽ ആളുകളെ രക്ഷപ്പെടുത്താൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് രക്ഷാപ്രവർത്തകർ മുന്നോട്ട് വെക്കുന്നത്. മഴ മാറി നിൽക്കുമെന്നുള്ളതാണ് എല്ലാവരും ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും. ശരി, സമീർ ബിൻ കരീമാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. നാളെ പുലർച്ചെ തന്നെ ഈ ദൗത്യം പുനരാരംഭിക്കും. അതിനായി കാത്തിരിക്കുകയാണ്. കുടുങ്ങിക്കിടക്കുന്ന നിരവധി പേരുണ്ട്. അവർ ഈ രക്ഷാദൗത്യം കാത്തിരിക്കുന്നു. അപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന മരണക്കണക്ക് കൂടി ഇപ്പോൾ അറിയിക്കുന്നു. 135 ആയിരിക്കുന്നു മരണസംഖ്യ എന്ന ഏറെ സങ്കടപ്പെടുത്തുന്ന വാർത്തയാണ് ഈ മണിക്കൂറിൽ പുറത്തു വരുന്നത്. ഒരുപക്ഷെ കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്ന് എന്ന് പറയാം. ഈ പ്രകൃതി ദുരന്തങ്ങൾ തന്നെ ഏറ്റവും വലുത് ഇതായി മാറുന്നുണ്ട്. ഈ ഡെത്ത് ടോൾ കൊണ്ട് തന്നെ 135 പേർ മരിച്ച ഒരു വലിയ മഹാദുരന്തമാണ് മുണ്ടക്കയിലും പ്രദേശത്തുമാകെ ഉണ്ടായിരിക്കുന്നത്. പലയിടങ്ങളിലും ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്ന ആളുകൾ അവരെ രക്ഷയ്ക്കായി ഇപ്പോഴും കാത്തിരിക്കുകയാണ്. അവരെ നാളെ രാവിലെ തന്നെ രക്ഷപ്പെടുത്തിയെടുക്കാൻ കഴിയും എന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും ഇത്രയും വലിയൊരു ദുരന്തത്തെ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ സ്വാഭാവികമായി നേരിടേണ്ടി വരുന്ന ചില വലിയ വെല്ലുവിളികളുണ്ട്. അതിനെ എത്രത്തോളം മറികടക്കാനായിട്ടുണ്ട് എന്ന് ഈ ആദ്യ ദിനത്തിലെ രക്ഷാദൗത്യം അവസാനിക്കുമ്പോൾ നമ്മൾ പരിശോധിക്കുമ്പോൾ തീർത്തും ഒരുപാട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിരുന്നു എന്നുള്ള കാര്യം പ്രത്യേകം ചൂണ്ടിക്കാട്ടേണ്ടതുണ്ട്. അത് ഒരുപാട് പേരെ സുരക്ഷിതരായി എത്തിക്കുന്ന കാര്യത്തിലാണെങ്കിലും ആ സുരക്ഷിതമായി എത്തിച്ച ആളുകളെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുമ്പോൾ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുന്ന കാര്യത്തിലാണെങ്കിലുമൊക്കെ വളരെ കുറച്ച് സമയത്തിൽ ഒരുപാട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിരുന്നു എന്നുള്ളത് ശ്രദ്ധേയമാണ്. നേരത്തെ സമീർ ബിൻ കരീം ചൂണ്ടിക്കാട്ടുന്നുണ്ടായിരുന്നു ആശുപത്രിയിൽ ഒരുക്കിയ അധിക സൗകര്യങ്ങൾ. ഇത്രയും ആളുകൾ ഒരുമിച്ച് ആശുപത്രിയിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായും ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ക്രൈസിസ് അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് അവിടെ എന്തൊക്കെ ക്രമീകരണങ്ങൾ കൂടുതലായി വേണം എന്നുള്ള കാര്യം ആലോചിച്ചുകൊണ്ട് അത് വളരെ വേഗത്തിൽ നടപ്പിലാക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്. കേരളം ഒന്നാകെ ആ രക്ഷാദൗത്യത്തിനൊപ്പം മനസ്സുകൊണ്ട് നിൽക്കുന്നുണ്ട്. അവിടെയുള്ള ആ സമീപത്തുള്ള ആളുകളൊക്കെ ആ ദൗത്യത്തിന് തങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്യുന്നുമുണ്ട്. അഭിജിത്ത് മുഴക്കുന്നത് നമുക്കൊപ്പം ചേരുന്നുണ്ട് ഏറ്റവും പുതിയ വിവരങ്ങളുമായി. അഭിജിത്ത്, ഏറ്റവും ഒടുവിലായി പങ്കുവെക്കാൻ കഴിയുന്ന കാര്യം എന്താണ്? മരണസംഖ്യ വീണ്ടും ഉയർന്നിരിക്കുന്നു എന്നുള്ള വിവരം പുറത്തു വരുന്നുണ്ട്. പുതിയ വിവരങ്ങൾ എങ്ങനെയാണ് അഭിജിത്ത്? ടി.കെ. രാവിലെ 7 മണിയോടുകൂടി തന്നെ രക്ഷാപ്രവർത്തനം പുനരാരംഭിക്കുമെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. നിലവിൽ നമ്മളൊരു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹം വ്യക്തമാക്കുന്നത് ഏറ്റവും വേഗത്തിൽ ഏറ്റവും ഊർജിതമായി ഈ രക്ഷാപ്രവർത്തനം നാളെ കാലത്ത് തന്നെ പുനരാരംഭിക്കും. ഇതിലേറ്റവും ഊന്നൽ കൊടുക്കേണ്ടത് അവിടെ കുടുങ്ങിക്കിടക്കുന്നവർ, മുണ്ടക്കയിൽ ഇനി കൂടുതൽ പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നുള്ളൊരു സംശയമുണ്ട്. അങ്ങനെയെങ്കിൽ അവരെ തിരികെ ഇങ്ങോട്ടേക്ക് എത്തിക്കേണ്ടതുണ്ട്, ചൂരൽമലയിലേക്ക് എത്തിക്കേണ്ടതുണ്ട്, അവരെ ആശുപത്രികളിലേക്ക് മാറ്റേണ്ടതുണ്ട്. അതിലാർക്കൊക്കെ പരിക്കുപറ്റി എന്നുള്ളതിലൊന്നും നമുക്ക് നിലവിലൊരു വ്യക്തത എത്ര പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിലും വ്യക്തതയില്ല. ഇന്ന് ഏതാണ്ട് 800ഓളം പേരെ അവിടെ നിന്ന് ഈ സൈന്യവും ഒപ്പം തന്നെ ഫയർഫോഴ്സും ഉൾപ്പെടെയുള്ളവർ ചേർന്ന് രക്ഷപ്പെടുത്തിയിരുന്നു. ഈ എയർലിഫ്റ്റിംഗ് അടക്കം നടത്തി റോപ്പ് വേയിലൂടെ ഉൾപ്പെടെ അത്തരം സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ച് അവിടെ നിന്ന് 800ഓളം പേരെ ഈ മുണ്ടക്കൈ ഭാഗത്തു നിന്ന് ഇങ്ങോട്ടേക്ക് എത്തിച്ചിരുന്നു, മറുകരയിലേക്ക് എത്തിച്ചിരുന്നു. അവർക്ക് ആവശ്യമായ ചികിത്സ ഉൾപ്പെടെയുള്ളവ ഇപ്പോഴും നൽകി വരികയാണ്. ഇനി നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും പരിഗണന കൊടുക്കേണ്ട ഒരു കാര്യം കൂടുതൽ പേർ കുടുങ്ങിക്കിടക്കും എന്നുള്ള കാര്യത്തിലാണ്. അങ്ങനെയുണ്ടെങ്കിൽ അവരെ ഏറ്റവും വേഗത്തിൽ അവരെ രക്ഷപ്പെടുത്തുക. അതിന് ശ്രമകരമാണ് ആ ദൗത്യം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ നമ്മുടെ ഇന്നത്തെ അവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ എല്ലാ പ്രതിസന്ധികളെയും വെല്ലുവിളികളെയും മറികടന്നുകൊണ്ടുള്ള ഒരു രക്ഷാപ്രവർത്തനം ഇന്ന് രക്ഷാപ്രവർത്തന സംഘത്തിന്റെ ദൗത്യസംഘത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. കുത്തിയൊലിക്കുന്ന ഈ ചൂരൽമല പുഴയൊക്കെ മറികടന്നുകൊണ്ട്, ആ പ്രതിസന്ധികളെ മറികടന്നുകൊണ്ട്, കാലാവസ്ഥ പ്രതികൂലമായിരുന്നു, അതിനെയൊക്കെ മറികടന്നുകൊണ്ടുള്ള ഒരു രക്ഷാപ്രവർത്തനമാണ് നമ്മൾ ഇന്ന് കണ്ടത്. പക്ഷെ അപ്പോൾ അനുകൂലമായി ചെറിയ രീതിയിലെങ്കിലും അനുകൂലം എന്ന് പറയാൻ സാധിച്ചത് ഉച്ചയ്ക്ക് ശേഷം മഴ മാറി നിന്നു എന്നുള്ളതാണ്. രാവിലെ വലിയ രീതിയിൽ മഴ ഉണ്ടായിരുന്നു, ഇടവിട്ട് മഴ പെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഈ രക്ഷാപ്രവർത്തനം നടക്കുന്ന ആ ഒരു സമയത്ത്, അതായത് ഇന്ന് ഉച്ച കഴിഞ്ഞ് വൈകുന്നേരത്തോടുകൂടി മഴ അല്പം ശമിച്ചിട്ടുണ്ടായിരുന്നു. അത് രക്ഷാപ്രവർത്തനത്തെ വളരെയധികം സഹായിച്ചു, അതിന് ഗുണം ചെയ്തു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അങ്ങനെ മഴ മാറി നിൽക്കുകയാണെങ്കിൽ നാളെ രാവിലെയും വളരെ ഊർജിതമായി തന്നെ രക്ഷാപ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാനാകുമെന്നുള്ള കിടക്കുന്നുണ്ടോ എന്നുള്ള കാര്യം അന്വേഷിക്കുക എന്നുള്ളതാണല്ലോ. അതിന് പക്ഷേ ചില വെല്ലുവിളികൾ നിലനിൽക്കുന്ന സാഹചര്യമുണ്ടോ? കാരണം ഇന്ന് തന്നെ ഈ മുണ്ടക്കയുടെ മറുകരയിൽ നിന്ന് നമ്മൾ റോപ്പൊക്കെ ഉപയോഗിച്ച് താൽക്കാലിക പാലം പണിതൊക്കെയാണ് ആളുകളെ ഇങ്ങോട്ട് മാറ്റിയത്.
ഈ മണ്ണിനടിയിലുള്ള തെരച്ചിലിന് ഈ വലിയ പാറക്കല്ലുകളും വലിയ ആഴത്തിലുള്ള ചെളിയുമൊക്കെ നീക്കി എന്തെങ്കിലും തരത്തിലുള്ള പരിശോധനകൾ നടത്തണമെങ്കിൽ അതിന് തക്ക സംവിധാനങ്ങൾ കൂടുതലായി വേണ്ടി വരില്ലേ? ഈ മാൻ പവർ എന്നുള്ളതിനപ്പുറത്തേക്ക് എന്തെങ്കിലും സാങ്കേതിക സംവിധാനങ്ങൾ വേണ്ടി വരില്ലേ? അത് അവിടേക്ക് ആ ഭാഗത്തേക്ക് എത്തിക്കുന്നതിന് ഇപ്പോൾ വലിയ വെല്ലുവിളി നേരിടുന്നുണ്ടല്ലോ. അത് എങ്ങനെ മറികടക്കാനായിരിക്കും ദൗത്യസംഘം ആലോചിക്കുന്നത്? തീർച്ചയായും ടി കെ, അത് നമ്മൾ ഏറെ ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം പ്രധാനമായും രണ്ടു ഭാഗങ്ങളിലാണ് ഈ വലിയ നാശനഷ്ടം ഉണ്ടായത്. അതിലൊന്ന് ഈ ചൂരൽമല മേഖലയാണ്, മറ്റൊന്ന് മുണ്ടക്കൈ മേഖലയിലാണ്. ഈ ചൂരൽമല മേഖലയിലേക്ക് നിലവിൽ ഗതാഗതം സാധ്യമാകുന്നുണ്ട്. ആ ഭാഗത്തേക്ക് JCB ഉൾപ്പെടെ ഹിറ്റാച്ചി ഉൾപ്പെടെ എത്തിച്ച് മണ്ണ് മാറ്റാനുള്ള പ്രവർത്തനങ്ങൾ നിലവിൽ നടന്നു വരുന്നുണ്ട്. പക്ഷേ എങ്ങനെ ഈ മുണ്ടക്കൈ ഭാഗത്ത് ഉണ്ടായ നാശനഷ്ടങ്ങളെ, അല്ലെങ്കിൽ അവിടെ ആരെങ്കിലും മണ്ണിനടിയിൽ കുടുങ്ങിക്കിടപ്പുണ്ടെങ്കിൽ എങ്ങനെ അവിടെയുള്ള മണ്ണ് മാറ്റി അവരെ പുറത്തെടുക്കുക എന്നുള്ള കാര്യം ഇപ്പോഴും ഒരു അനിശ്ചിതത്വം എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം ഇന്ന് നമ്മൾ ആ മേഖലയിലേക്ക് കടന്നത് ഈ താൽക്കാലികമായ ഒരു പാലമുണ്ടാക്കിയാണ്. ആ താൽക്കാലിക പാലത്തിലൂടെ സൈന്യവും ഫയർഫോഴ്സും ഉൾപ്പെടെ ഈ മറുകരയിലേക്ക് എത്തുകയായിരുന്നു. പക്ഷേ ആ ഒരു താൽക്കാലിക പാലത്തിലൂടെ ഏതായാലും ഈ മറ്റ് സംവിധാനങ്ങൾ എത്തിക്കുക എന്നുള്ളത് അസാധ്യമാണ്. അതിനാൽ ഏത് രീതിയിലാണ് ഈ മണ്ണ് മാറ്റിക്കൊണ്ട് അവിടെയുള്ള ഈ ഇടിഞ്ഞു വീണ ഈ വീടുകളൊക്കെ മാറ്റിക്കൊണ്ട് അതിനടിയിൽ ആരെങ്കിലും പെട്ടിട്ടുണ്ടെങ്കിൽ അവരെ രക്ഷപ്പെടുത്തുക എന്നുള്ള കാര്യം തന്നെയാണ് ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നത്. നമ്മൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞത് രണ്ടു നില വീടുകൾ ആ പ്രദേശത്തുണ്ടായിരുന്നു. ആദ്യത്തെ ഈ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത് ഏകദേശം 2 മണിയോടെയാണ്. ഈ സമയത്ത് പലരും താഴത്തെ നിലയിൽ നിന്ന് മുകൾ നിലയിലേക്ക് ഓടിക്കയറിയിരുന്നു, പ്രാണരക്ഷാർത്ഥം ഓടിക്കയറിയിരുന്നു. പക്ഷേ രണ്ടാമത്തെ ഉരുൾപൊട്ടലിൽ ഈ 2ാം നില ഉൾപ്പെടെ ഈ തകർത്തുകൊണ്ട് അതിനെയൊക്കെ നാമാവശേഷമാക്കിക്കൊണ്ട് ഈ ഉരുൾപൊട്ടൽ കടന്നു പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഹൃദയഭേദകമായ കാഴ്ചയാണ് മുണ്ടക്കൈയിൽ കാണാൻ സാധിച്ചത് എന്നാണ് അവർ പറഞ്ഞത്. അതായത് ഒരു ടൗൺ ഒന്നാകെ, ഒരു പ്രദേശം ഒന്നാകെ മണ്ണിനടിയിലായ ഒരു കാഴ്ച. അത് തന്നെയാണ് ചൂരൽമല മേഖലയിലുമുള്ളത്. നമ്മൾ രാവിലെ അവിടെ കടന്നു ചെല്ലുമ്പോൾ കണ്ടതാണ്. നിരവധി വീടുകൾ ഉണ്ടായിരുന്നു. ആ നിരവധി വീടുകൾ ഇപ്പോഴവിടെ അങ്ങനെ ഒരു വീടുകൾ ഉണ്ടായിരുന്നു, അത്തരത്തിൽ വീടുകൾ ഉള്ളൊരു പ്രദേശമാണോ എന്ന് സംശയിക്കുന്ന രീതിയിൽ വലിയ പാറക്കല്ലുകൾ, ചെളി, മണ്ണ്, അങ്ങനെ അവയൊക്കെ അടിഞ്ഞുകൂടിയിട്ടുള്ള ഒരു സാഹചര്യമാണ് അവിടെ കാണാനായി സാധിക്കുന്നത്. ഇവിടെ നാളെ ഇപ്പോൾ രക്ഷാദൗത്യം പുനരാരംഭിക്കുമ്പോൾ പക്ഷേ ഈ രക്ഷാപ്രവർത്തകർക്ക് ഏറ്റവും വലിയ വെല്ലുവിളിയാവുന്ന മറ്റൊരു ഘടകം കൂടിയുണ്ട്. ഇപ്പോൾ ആ മേഖലയിൽ നേരത്തെ താമസമുള്ള ആൾക്കാരെ അവിടുത്തെ പഞ്ചായത്ത് അധികൃതർക്ക് അറിയാം. അവർ അത് സംബന്ധിച്ച അന്വേഷണം നടത്തുകയും തെരച്ചിൽ നടത്തുകയും ചെയ്യും. അല്ലെങ്കിൽ രക്ഷപ്പെട്ടു വന്ന ആൾക്കാർക്ക് അവരെ സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ ഉണ്ടാവും. അവരുടെ വീട് എവിടെയാണ് അതൊക്കെ അറിയാമായിരിക്കും. പക്ഷേ അവിടെ കുറെ പാടികൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു, ലയങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അതിൽ മിക്കതും ഈ വലിയ മലവെള്ളപ്പാച്ചിലിൽ ഒലിച്ചു പോയിട്ടുണ്ട്. അവിടെ താമസിച്ചിരുന്നത് അല്ലെങ്കിൽ പണിയെടുത്തിരുന്നത് പലരും ഇതര സംസ്ഥാന തൊഴിലാളികളാണ്. പക്ഷെ അവരെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ ആരുടെ പക്കലുമില്ല. അപ്പോൾ നാളെ ഈ ദൗത്യസംഘം രക്ഷാപ്രവർത്തനത്തിൽ ഇറങ്ങുമ്പോൾ അവരെ കണ്ടെത്തുക എങ്ങനെയെന്ന ചോദ്യമുണ്ട്. അവരെങ്ങോട്ട് പോയിട്ടുണ്ടാകും, അല്ലെങ്കിൽ രക്ഷപ്പെട്ടു ഓടിയവർ ഏതെങ്കിലും ഇടങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അവരെ രക്ഷപ്പെടുത്തിയെടുക്കാൻ കഴിയുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളും സംശയങ്ങളുമുണ്ട്. അപ്പോൾ അതിൽ എങ്ങനെയാണ് അധികൃതർ ഇടപെടുക? അവരെ സംബന്ധിച്ച് വ്യക്തമായ കണക്കുകൾ ഈ ജില്ലാ പഞ്ചായത്തിനോ അല്ലെങ്കിൽ ഗ്രാമപഞ്ചായത്തുകൾക്കോ ഉണ്ടോ? പ്രജിൻ ചോദിച്ചത് കൃത്യമായൊരു ചോദ്യമാണ്. കാരണം ഈ പ്ലാന്റേഷനിൽ, ഈ തോട്ടം മേഖലയിൽ നിരവധി തൊഴിലാളികളുണ്ട്. നമ്മൾ മനസ്സിലാക്കിയതനുസരിച്ച് അതിൽ കൂടുതലും ഈ നേപ്പാൾ സ്വദേശികളായ സ്ത്രീകളാണ്. അതിൽ ആരൊക്കെ ആ ഒരു അപകടത്തിൽ പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ നിലവിൽ വ്യക്തതയില്ല. ഒരുപക്ഷെ അവരുടെ ബന്ധുക്കളൊക്കെ അന്വേഷിച്ച് വരാത്തതിന്റെ ഒരു കാരണം നിലവിൽ ഇങ്ങനെ ഒരു സംഭവം നടന്ന വിവരം അവരൊന്നും അറിഞ്ഞിട്ടുണ്ടാകില്ല, അവരുടെ ബന്ധുക്കൾ ആരും തന്നെ അറിഞ്ഞിട്ടുണ്ടാകില്ല. അതിനാൽ തന്നെ അത്തരത്തിലുള്ള ഒരു അന്വേഷണം നിലവിൽ എവിടെയും എത്തിയിട്ടുണ്ടാകാനുള്ള ഒരു സാധ്യതയുമില്ല. എന്നാൽ ആ ഒരു അപകട സാധ്യത അവിടെ നിലനിൽക്കുകയാണ്. കാരണം ഈ പ്ലാന്റേഷനിൽ നിരവധി പേർ, അതായത് ഞാൻ സൂചിപ്പിച്ചതുപോലെ നേപ്പാൾ സ്വദേശികളും അങ്ങനെ ഈ നോർത്ത് ഈസ്റ്റ് സ്വദേശികളുമായ നിരവധി പേർ ഈ പ്ലാന്റേഷനുകളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അവർ ഈ കൂട്ടമായി ഒരു പാടി പോലെ അവർ ഈ ഒരു കൂട്ടമായ ഒരു പ്രദേശത്ത് അവർ വീടെടുത്ത് താമസിക്കുകയാണ്, വീടുകളിൽ താമസിക്കുകയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ പ്രദേശത്തെ ഒട്ടാകെയാണ് ഈ മലവെള്ളപ്പാച്ചിൽ വിഴുങ്ങിക്കൊണ്ട് കടന്നു കളഞ്ഞത്. അതിനാൽ തന്നെ കൃത്യമായ ഒരു വിവരം, വ്യക്തമായ ഒരു വിവരം ആരുടെ പക്കലും ഇല്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. ഒരുപക്ഷെ കൂടുതൽ തെരച്ചിൽ നടത്തുമ്പോഴാണ് നമുക്ക് ആ രീതിയിലുള്ള കൂടുതൽ വിവരങ്ങളിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ അവിടെയുള്ള കാഴ്ച അത് ഹൃദയഭേദകമാണ് എന്ന് പറയാതെ വയ്യ. കാരണം ആ രീതിയിലാണ് അവിടെ രക്ഷാപ്രവർത്തനത്തിന് പോയ ഈ സേനാംഗങ്ങൾ ഉൾപ്പെടെ, ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ നമ്മളോട് സംസാരിക്കുമ്പോൾ നമുക്ക് വ്യക്തമാകുന്ന ഒരു കാര്യം. കാരണം ഒരു പ്രദേശത്തെ ഒന്നാകെ തുടച്ചു നീക്കിക്കൊണ്ട്, അങ്ങനെ ഒരു സ്ഥലം അവിടെ ഉണ്ടോ എന്നുള്ള സംശയം ഉണ്ടാക്കുന്ന രീതിയിൽ തുടച്ചു നീക്കിക്കൊണ്ടാണ് ഈ മലവെള്ളം കുത്തി ഒലിച്ചു പോയത്. ഈ പലപ്പോഴും വലിയ കല്ലുകൾ, ഉരുളൻ കല്ലുകൾ, ഒരു അതിശയോക്തി എന്ന രീതിയിൽ പറയുകയല്ല, ഏതാണ്ട്
2 നില കെട്ടിടത്തിന് സമാനമായ രീതിയിൽ അത്രയും വലുപ്പത്തിലുള്ള കല്ലുകൾ ഈ ചൂരൽമല മേഖലയിൽ ഉൾപ്പെടെ വന്നടിഞ്ഞിട്ടുണ്ട്. ഈ മലയിൽ നിന്ന് ഒന്നാകെ അത്രയും വലിയ പ്രഹരശേഷിയിലാണ് ഈ മലവെള്ളം കുത്തിയൊലിച്ച് വന്നത് എന്ന് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാകും. കാരണം വലിയ വീടുകൾ 2 നില കെട്ടിടങ്ങൾ അപ്പാടെ നിലം പതിച്ചിട്ടുണ്ട്. ആ 2 നില കെട്ടിടങ്ങൾ ഉള്ളിൽ നിന്ന് ഇന്ന് നമ്മൾ അവിടേക്ക് പോയപ്പോൾ നിരവധി പേരെ രക്ഷപ്പെടുത്തുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു. അതിൽ ചിലരെയൊക്കെ ജീവനോടെ അവരുടെ ജീവൻ ബാക്കിയുണ്ടായിരുന്നു. ആ രീതിയിലുള്ള രക്ഷാപ്രവർത്തനവും ഇന്ന് നടന്നിരുന്നു. ചിലരെ ജീവനില്ലാതെ അവരെ പുറത്തേക്ക് കൊണ്ടുവരുന്ന മൃതദേഹങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരുന്ന കാഴ്ചയും നമ്മൾ ഇന്ന് കാണുകയുണ്ടായി. അങ്ങനെ എത്ര പേർ ഇപ്പോഴും ഈ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടപ്പുണ്ട് എന്നുള്ള കാര്യത്തിലാണ് ഇനി സംശയമുള്ളത്. അതിന് ആ രീതിയിലുള്ള സംവിധാനങ്ങൾ ഈ മേഖലയിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. ചൂരൽമല മേഖലയിലൊക്കെ ഈ കൂടുതൽ ഹിറ്റാച്ചികൾ എത്തിച്ച് ആ രീതിയിലുള്ള രക്ഷാപ്രവർത്തനം ഇന്ന് തന്നെ ആരംഭിച്ചിരുന്നു. JCBയും മണ്ണുമാന്തി യന്ത്രങ്ങളും ഒക്കെ കൊണ്ടുവന്ന് ഈ വലിയ ഈ സിമന്റ് കട്ടകളൊക്കെയുണ്ട്, ഈ ബീമുകളൊക്കെയുണ്ട്, ഈ വീടുകളുടെ വാർപ്പുകളൊക്കെ ഈ തകർന്നു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിന്റെ മതിലുകൾ ഇടിഞ്ഞു വീണിട്ടുണ്ട്. ആ മതിലുകളും ഇടിഞ്ഞു വീണ ആ ബീമുകളും ഒക്കെ മാറ്റിക്കൊണ്ട് അതിനടിയിൽ ആരെങ്കിലും പെട്ടിട്ടുണ്ടോ, അതിനുള്ളിൽ ആരെങ്കിലും കുടുങ്ങിക്കിടപ്പുണ്ടോ എന്ന കാര്യങ്ങളൊക്കെ ഇന്ന് വൈകിട്ട് മുതൽ ആ രീതിയിലുള്ള തിരച്ചിൽ ആരംഭിച്ചതാണ്. പക്ഷേ കൂടുതൽ തിരച്ചിൽ നടത്തേണ്ടതുണ്ട്. കാരണം കേവലം 2-3 വീടുകളല്ല, നമ്മളോട് ആ പ്രദേശവാസികൾ പറഞ്ഞതനുസരിച്ച് ഒരു റോഡ് അവിടെ ഉണ്ടായിരുന്നു. ആ റോഡ് എന്നുള്ളത് നിലവിൽ കാണാനേ ഇല്ല. ആ റോഡിന് ഇരുവശത്തുമായി ഏതാണ്ട് 100 കണക്കിന് വീടുകൾ ഉണ്ടായിരുന്നു. 100 കണക്കിന് വീടുകൾ എന്ന് പറഞ്ഞാൽ തീർച്ചയായും നിരവധി 100 കണക്കിന് പേർ അവിടെ ഉണ്ടാകാം. 100 കണക്കിന് പേർ ഒരുപക്ഷെ ഈ ഒരു അപകടത്തിൽ പെട്ടിട്ടുണ്ടാകാം. കൃത്യമായ കണക്ക് നമ്മുടെ കയ്യിലില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എത്ര പേർ കുടുങ്ങിക്കിടപ്പുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. കൂടുതൽ ഇപ്പോഴും വിളികൾ നിർത്താതെ നിലയ്ക്കാതെയുള്ള വിളികൾ നമ്മുടെ മാധ്യമ സ്ഥാപനങ്ങളിലേക്കായാലും പോലീസിന്റെ ഭാഗത്തേക്കായാലും അങ്ങനെ ഈ രക്ഷാപ്രവർത്തന സംഘത്തിന്റെ അടുക്കലേക്കൊക്കെ ഈ രീതിയിലുള്ള ഫോൺ കോളുകൾ എത്തുന്നുണ്ട്. തങ്ങളുടെ പ്രിയപ്പെട്ടവർ എവിടെയെന്നുള്ള ചോദ്യം പലരും ഉന്നയിക്കുന്നുണ്ട്. ഇന്ന് രാവിലെ ഒരാളുടെ പ്രതികരണം എടുക്കുമ്പോൾ അവർ പറയുന്നത്, ഈ വീട് എൻ്റെ ചേച്ചി ഉൾപ്പെടെ, ചേച്ചിയുടെ മക്കൾ ഉൾപ്പെടെ എൻ്റെ വീടിന്റെ തൊട്ട് മുന്നിലുള്ള വീട്ടിലായിരുന്നു. അത് ആ വീട് അപ്പാടെ ഒഴുകിപ്പോയി. അവരെവിടെയാണ് എന്നുള്ള കാര്യം പോലും തങ്ങൾക്കറിയില്ല. അതുപോലെ വയോധികരായ ചിലരെ കുറിച്ച് പറയുന്നത് കേട്ടു. അങ്ങനെ നമുക്ക് കണക്കിൽപ്പെടാത്ത, നമുക്കറിയാത്ത, വ്യക്തതയില്ലാത്ത ഒരുപാട് പേർ ആ മണ്ണിനടിയിലുണ്ട് എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. അത് ഒരു കൃത്യമായി പറഞ്ഞാൽ ആശങ്കപ്പെടുത്തുന്ന ഒരു കണക്ക് തന്നെയാണ്. കൂടുതൽ രക്ഷാപ്രവർത്തനം നാളെ നടക്കും. ആ രക്ഷാപ്രവർത്തനത്തിൽ തന്നെയായിരിക്കും ഇതിലൊരു വ്യക്തത വരികയുള്ളൂ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അവിടെ നിന്ന് ഈ മണ്ണ് മാറ്റിക്കൊണ്ട് ഈ അടർന്നു വീണ, ഈ പൊട്ടിപ്പൊളിഞ്ഞു വീണ, തകർന്നു വീണ ബീമുകളൊക്കെ മാറ്റിക്കൊണ്ട് ഉള്ളൊരു രക്ഷാപ്രവർത്തനം നാളെ ചൂരൽമല മേഖലയിൽ നടക്കേണ്ടതുണ്ട്. അതേസമയം നേരത്തെ TK ചോദിച്ചതുപോലെ തന്നെ എങ്ങനെയാണ് ഈ സംവിധാനങ്ങളൊക്കെ മറുകരയിലേക്ക് എത്തിക്കുക, എങ്ങനെയാണ് ഈ സംവിധാനങ്ങളൊക്കെ മുണ്ടക്കൈ മേഖലയിലേക്ക് എത്തിച്ചുകൊണ്ട് അവിടെ മണ്ണിനടിയിൽ ആരെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കുക എന്നുള്ള കാര്യം ഒരാശങ്കയായി ഇപ്പോഴും നിലനിൽക്കുകയാണ്. അതിന് മറ്റേതെങ്കിലും രീതിയിലുള്ള സംവിധാനം ഈ രക്ഷാപ്രവർത്തന സംഘത്തിന്റെ, ദൗത്യ സംഘത്തിന്റെ ഭാഗത്തുണ്ടോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് നിലവിലൊരു വ്യക്തത വന്നിട്ടില്ല. ഇന്നടക്കം ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കേണ്ടിയിരിക്കുന്നു എന്ന് മന്ത്രിമാർ ഉൾപ്പെടെ പറഞ്ഞ സ്ഥിതിക്ക് ആ രീതിയിലുള്ള ഏതെങ്കിലും കൂടിയാലോചനകൾ, ആ രീതിയിലുള്ള ഏതെങ്കിലും മുന്നൊരുക്കങ്ങൾ, തയ്യാറെടുപ്പുകൾ, ക്രമീകരണങ്ങൾ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടോ, ആ രീതിയിലുള്ള എന്തൊക്കെയാണ് എന്നുള്ള കാര്യത്തിൽ കൃത്യമായ ധാരണ ദൗത്യ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്.